വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റവറൻ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ ആണ്. ബെൽജിയത്തുള്ള ലുവൈൻ സർവകലാശാലയിൽ നിന്ന്, കാത്തലിക് സർവകലാശാലയിൽ നിന്ന് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയതിന് ശേഷം കേരളത്തിലെ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ ധാർമ്മിക ശാസ്ത്ര പ്രൊഫസറായി അച്ഛൻ സേവനം ചെയ്യുന്നു. 11ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവും അധ്യാപകൻ, പ്രസംഗകൻ എന്നീ നിലകളിൽ കേരളത്തിലും കേരളത്തിന് വെളിയിലും അച്ഛൻ അറിയപ്പെടുന്നു. കേരളത്തിലെ പാലക്കാട് രൂപതയിലെ വൈദികനാണ് റവറൻ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ഒരു പുസ്തകം ഏത് വായനക്കാർക്കും ജിജ്ഞാസ ഉണ്ടാക്കുന്നൊരു പുസ്തകമാണ്. ഡ്രാക്കുള സിനിമയുടെയും നോവലിൻ്റെയൊക്കെ പോലെയുള്ളൊരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രേതം കയറിയ ഒരു വീടിൻ്റെ പടം പോലെ പറഞ്ഞാൽ അങ്ങനെ. ഇതിനകത്ത് വവ്വാലിൻ്റെയും മറ്റൊന്നും പടം കാണാനായിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ എന്തോ നിഗൂഢമായ ചില കാര്യങ്ങൾ, നിഗൂഢമായ വിദ്യകൾ, കൂടോത്രം എന്നുള്ള വാക്ക് തന്നെ വരുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. ഗൂഢവിദ്യകൾ, ആഭിചാര പ്രവർത്തികൾ, ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് അതിന് ക്രിസ്തീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട്. എന്താണ് ഈ പുസ്തകത്തിലൂടെ അച്ഛന് ഇങ്ങനെ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇത് ഇങ്ങനെ ഈ പ്രേതബോധങ്ങൾ അല്ലെങ്കിൽ ആഭിചാര പ്രവർത്തികളൊക്കെ ഡ്രാക്കുള നാടകം പോലെ ഒരു കാര്യമാണ്. അതിനകത്ത് സത്യസന്ധത, അതിനകത്ത് ഒന്നുമില്ല, വെറുതെ ഒരു നാടകമാണ്, ഒരു തമാശയാണ്. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഗൗരവമായി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണോ? ഗൂഢവിദ്യകൾ എന്നുള്ള പേര് തന്നെ വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഒക്കൾട്ട് പ്രാക്ടീസസ് എന്ന് പറയുന്നതിനെ മലയാളത്തിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നതാണ് ഗൂഢവിദ്യകൾ എന്ന് ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ ഭേദപ്പെട്ട പ്രയോഗങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാവുന്നതേ ഉള്ളൂ. ആഭിചാരം അങ്ങനെയൊക്കെ ഉള്ള കാര്യമല്ല ഒക്കൾട്ട് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വിശ്വാസികളുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലൊക്കെ പ്രചാരത്തിലിരിക്കുന്ന ചില ക്രിയകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുള്ളതാണ്. ഉദാഹരണത്തിന് കറുത്ത കുർബാന എന്ന് പറയുന്ന കാര്യം, വീജാ ബോർഡ് അല്ലെ ഓജാ ബോർഡിൻ്റെ ഉപയോഗം, പിന്നെ ചില ജ്ഞാനവിദ്യകൾ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾ, ദർശനങ്ങൾ, പിന്നെ ജ്യോതിഷം തുടങ്ങി അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ക്രൈസ്തവ വിശകലനമാണ് ആ പുസ്തകത്തിലുള്ളത്. ഈ കറുത്ത കുർബാന, ബ്ലാക്ക് മാസ്, അതിനെക്കുറിച്ചാണ് ആദ്യത്തെ അവതാരിക കഴിഞ്ഞാലുള്ള പിന്നെ ഉള്ള ആദ്യ അധ്യായം തന്നെ കറുത്ത കുർബാനയെക്കുറിച്ചാണ്. അത് വെറുതെ ഒരു തട്ടിപ്പല്ലേ കറുത്ത കുർബാന എന്നൊക്കെ പറയുന്നത്? വെറുതെ ചില ആളുകളെ പേടിപ്പിച്ച് അവരുടെ പണം വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും കറുത്ത ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ കുർബാന എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഓസ്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ വെറുതെ പറ്റിച്ച് മനസ്സിന് ഒരു വിഭ്രാന്തിയുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് അങ്ങനെ അവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ലേ? ശരിക്കും അവിടെ വേറെ എന്ത് നടക്കുന്നുണ്ടോ? കറുത്ത കുർബാനയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് സംഗതി എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ കറുത്ത കുർബാന എന്ന് പറയുന്നത് ഈ കുർബാനയെ അനുകരിച്ചുകൊണ്ട് കുർബാനയുടെ ഒരു വിപരീത രൂപം എന്ന നിലയിൽ കുർബാനയെ പോലെ എല്ലാം തലതിരിച്ച് ചെയ്യുന്ന രീതിയാണ് ഈ കറുത്ത കുർബാന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പടിഞ്ഞാറൻ നാടുകളിൽ ആരംഭിച്ച് ഫ്രാൻസിലും പിന്നീട് അമേരിക്കയിലും ആരംഭിച്ച് പല സ്ഥലങ്ങളിലേക്ക് വ്യാപകമായിട്ട് ഒരു എതിർ കർമ്മം എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അതായത് കത്തോലിക്കർ അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകൾ നടത്തുന്ന കുർബാനയ്ക്ക് നേരെ എതിരായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം പിശാചിനെ ആരാധിക്കുന്നു. എന്നാൽ കുർബാനയിലുള്ള എല്ലാ കർമ്മങ്ങളും അതേപടിയുണ്ട്, അതിൻ്റെ എതിർ രൂപങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുർബാന എതിർ രൂപം എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. എതിർ രൂപം എന്നുള്ളത് നമ്മൾ അപ്പവും വീഞ്ഞും ഉപയോഗിക്കുന്നു, അതിന് പകരം വീഞ്ഞിന് പകരം മൂത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊരു കുർബാനയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം അതിനെ ഒരു ആഭിചാരക്രിയയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഒരു കറുത്ത പശ്ചാത്തലം, പൈശാചികമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുന്നു, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, ബൈബിൾ ഉപയോഗിക്കുന്നു, എന്നാൽ ബൈബിളിനെ അവഹേളിക്കുന്നു, ബൈബിളിനെ ചവിട്ടുന്നു, ബൈബിൾ പുറകിൽ നിന്ന് വായിക്കുന്നു, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഒരു ആഭിചാരക്രിയയുടെ അന്തരീക്ഷം എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് കുർബാനയെ അവഹേളിക്കുകയും എന്നാൽ കുർബാനയുടെ ഒരു വികൃതമായിട്ടുള്ള രൂപം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കറുത്ത കുർബാനയിൽ നടക്കുന്നത്. ഇനി അത് കേരളത്തിൽ പോലും അതിനോട് ബന്ധപ്പെട്ട പ്രാക്ടീസുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണോ? അതിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ വരെ കണ്ടിട്ടുണ്ട്.
പോകുന്നുള്ള ആൾക്കാർ വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ഒരു പുറം സമൂഹത്തിലല്ല, ഒളിയിടങ്ങളിലാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റാരും അറിയാതെ ഒരു രഹസ്യ പരിപാടിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ള. പലപ്പോഴും ഇതിനോട് ബന്ധപ്പെട്ട് നിഗൂഢമായിട്ടുള്ള ഏർപ്പാടുകളുണ്ട്. ആൻറ്റി സോഷ്യൽ എന്ന് പോലും പറയാവുന്ന സംഗതികൾ പല നാടുകളിൽ നടന്നിട്ടുണ്ട്. ആൻറ്റി സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ചിലപ്പോൾ വ്യഭിചാരമാകാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതികളൊക്കെ ആകാം, മനുഷ്യരെ കൊല്ലുന്നതാകാം. പിന്നെ പണത്തിൻ്റെതായ ഇടപാടുകളുണ്ട്. പിന്നെ നമ്മളോടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ വരാവുന്ന കാര്യം, വിശുദ്ധ കുർബാന പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, അത് അവിടെ പണത്തിന് കൊടുക്കുന്നു, അത് അവഹേളിക്കാനിടയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ എല്ലാവരും കാണുകയും എല്ലാവരും അറിയുന്ന ഒരു തുറന്ന സ്ഥലത്ത് നടത്തുന്നതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല കറുത്ത കുർബാന എന്നുള്ളത്. അതുകൊണ്ട് രഹസ്യമായിട്ട് നടത്തുന്ന ഒരു കർമ്മമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അച്ഛൻ്റെ അടുത്ത് പലരൊക്കെ സംസാരിക്കാൻ വന്നെന്നും അച്ഛൻ ഇൻ്റർവ്യൂ നടത്തിയെന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് സംസാരത്തിൽ നിന്ന്. അപ്പം അവർക്ക് അതുകൊണ്ട് എന്നിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായോ, അല്ലെങ്കിൽ എന്താ? രണ്ട് തരത്തിലുള്ള സംഗതികളും പറയാൻ പറ്റും. ഒന്ന്, ആദ്യഘട്ടത്തിൽ മെച്ചം എന്നാണ് അവർ പറയുന്നത്. മെച്ചം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം, ഒരു ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടക്കുന്നു തുടങ്ങിയ സംഗതികളൊക്കെ. യൂദാസിന് പിശാചി കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ 30 വെള്ളി നാണയം കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പിശാചി വഴിയും വേണമെങ്കിൽ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം. അതൊരു ഭാഗം, നന്മയുടെ വശം. എന്നാൽ വേറെ ചിലർ പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇതൊക്കെ കൊള്ളാത്ത പരിപാടിയാണ്, തിരിച്ചു പോകണം. പക്ഷേ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം. യുവദാസിൻ്റെ കാര്യം അങ്ങനെയാണ്, തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോകാൻ പറ്റാതെ പോയി കഴിയുമ്പോൾ ഇതൊരു ഗൂഢസംഘം പോലെയാണ്, അല്ലെങ്കിൽ മാഫിയ സംഘങ്ങളുണ്ട്, അവർ പിടികൂടും, ഒരിക്കലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. അപ്പം നാശമാണ് അതിൻ്റെ ഫലം. അപ്പോൾ ഈ രണ്ട് വശം, അതായത് ആദ്യഘട്ടത്തിൽ നന്മയും പിന്നീട് പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതാണ്. എങ്ങനെയാണ് ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് പരസ്യമില്ല, രഹസ്യമായിട്ടാണ്. പിന്നെ എങ്ങനെ ആളുകൾ ഈ സങ്കേതങ്ങളിൽ ചെന്ന് എത്തണം? എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നതെല്ലാം രഹസ്യ ബന്ധങ്ങളിലൂടെയാണ്. രഹസ്യബന്ധങ്ങൾ, അതായത് അതിൽ ചേർന്നവർ വഴിയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതും അതിലേക്കുള്ള വിവരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന, ഉയർന്ന തൊഴിലുകളുള്ള, ഉയർന്ന സാമൂഹിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതിലേക്ക് പോകുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഒരു പ്രത്യേക മാനസിക തലമുള്ള ആൾക്കാരാണ്, എല്ലാ തലത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. തീരെ നിവൃത്തിയില്ലാത്ത സാമ്പത്തിക ഞെരുക്കമുള്ള ആൾക്കാർ എന്നതിനേക്കാൾ കൂടുതൽ ഭേദപ്പെട്ട ശ്രേണിയിലുള്ള ആൾക്കാർ പോകുന്നു എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് തോന്നുന്നില്ല വളരെ കൃത്യമായിട്ടുള്ള പഠനമോ സർവേയോ ഇതിനെപ്പറ്റിയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. എങ്കിൽ പോലും പൊതുവെയുള്ള ചില നിഗമനങ്ങൾ മാത്രമേ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി പറയാനായിട്ട് പറ്റുള്ളൂ. ഒരുപക്ഷെ ഇത് ശരിക്കും നമ്മൾ സഭയിൽ അല്ലെങ്കിൽ ബൈബിളിലൊക്കെ പറയുന്ന പൈശാചിക ശക്തിയെ തന്നെ പ്രീതിപ്പെടുത്തുന്നതാകാം. അല്ലെങ്കിൽ പറഞ്ഞാൽ ചില ആളുകൾ സൂത്രത്തിൽ ഇങ്ങനെ ഒരു പിശാചിൻ്റെ പേര് നടത്തുന്ന ഒരു തട്ടിപ്പും ആകാൻ. ഇത് രണ്ടുമുണ്ട്, രണ്ടും പറയാം. അത് ഇത്തരം ഏത് കർമ്മത്തെക്കുറിച്ച് നമുക്ക് രണ്ടും പറയാവുന്നതാണ്. രണ്ടും കൂടി കലർന്നിട്ടുള്ള സംഗതികളായിരിക്കണം മിക്കപ്പോഴും നടക്കുന്നത്. രണ്ടും കൂടെ കലർന്നിട്ടുള്ള. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കാവുന്ന കാര്യം, ഇതിന് ജാതി മത വ്യത്യാസം ഇല്ലെന്നുള്ളതാണ്. ഈ കറുത്ത കുർബാന തുടങ്ങിയ ആഭിചാര കർമ്മങ്ങൾക്ക് പോകുന്നവരിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. ആർക്കും അതിലേക്ക് ചെല്ലാം. അവിടെ ജാതിയോ മതമൊന്നും പ്രശ്നമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നുണ്ടല്ലോ, കള്ളം വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണ്. അപ്പോൾ ഇത് അവസാനം നമ്മുടെ ബൈബിളിൻ്റെ തത്വം അനുസരിച്ച് ആണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അവസാനം ഇത് ഏതായാലും തിന്മയ്ക്കും നാശത്തിനും കാരണമായിട്ട് തീരും. കാരണം പിശാചി വെറുപ്പിൻ്റെ ഈ നുണയുടെയും പിതാവാണെന്നാണ് ബൈബിളിൽ യേശുക്രിസ്തു നമ്മെ പിശാചിനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ്, നുണയുടെ ഉറവിടമാണ്, നുണയുടെ പിതാവാണ്. അപ്പോൾ ഇതേതായാലും നുണയിലും അസത്യത്തിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ ചില ആചാരങ്ങളാകും. നുണയ്ക്കും അസത്യത്തിനൊന്നും ആത്യന്തികമായ വിജയം ഒരു സമൂഹവും പറയുന്നില്ല. അതിൻ്റെ പിന്നാലെ സ്ഥിരം നടക്കുന്ന ആളുകൾ പോലും അവസാനം എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവർ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതും അതിനോട് ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ പൈശാചികം എന്ന് പറയാവുന്ന ഏത് മേഖലയുടെയും തുടക്കം എപ്പോഴും വളരെ ശോഭനമാണ്, വളരെ ആകർഷകമാണ്. അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പല ഘടകങ്ങളുണ്ടാകും. അപ്പോൾ തുടക്കം വളരെ ഭംഗിയാണ്, പക്ഷേ അവസാനം വളരെ നാശവുമാണ്. നമുക്കതുകൊണ്ട് ഒരു പൊതു നിഗമനം പറയാവുന്നത്, പൈശാചിക പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പൊതു സ്വഭാവം എന്നുള്ളത് മനുഷ്യരെ ആകർഷിക്കാൻ തക്ക നന്മ അതിൻ്റെ തുടക്കത്തിലുണ്ടാകും, പക്ഷേ സർവനാശം അല്ലെ വലിയ നാശമായിരിക്കും അവസാനത്തിലേക്ക് കരുതി വെച്ചിട്ടുണ്ടാകുക. ഒരു കഥ പോലെ കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് ഇങ്ങനെ നരകം കാണാനും സ്വർഗം കാണാനും അവസരം കൊടുത്തിട്ടുണ്ട്, തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ച് നേരത്തേക്ക്, 1 മണിക്കൂർ നേരത്തേക്ക് നരകം കാണാനായിട്ട് വിട്ടു. ഭയങ്കര ആഘോഷം, വലിയ ഡിന്നറുകൾ, ബൊഫേ, ഡാൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. മറ്റേ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും വളരെ ശാന്തമാണ്, പക്ഷേ എന്തോ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഇനി ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആലോചിച്ച് നോക്കിയിട്ട് മറ്റത് വളരെ രസകരമാണ്, വല്ല പാട്ട്, ബഹളം, വലിയ ബൊഫേ, ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ചെന്ന്
അവിടെ ഇപ്പോൾ രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മാറിയിരിക്കുകയാണ്. എല്ലാവരും ചങ്ങലയിൽ കിടക്കുന്നു, ഭയങ്കര തീ ബഹളം കരച്ചിലൊക്കെയാണ് അവിടെ. അപ്പോൾ ഇതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നരകത്തിൻ്റെ പരസ്യമാണ് ആദ്യം കണ്ടത്, ശരിയായ നരകം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു പരസ്യം ഉണ്ടെങ്കിലും അത് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് പൊതുവെ പറയാവുന്ന കാര്യം. പിന്നെ ഈ ഓജോ ബോർഡ് അല്ലെങ്കിൽ വീജ ബോർഡ്, അത് ഒരു യാഥാർത്ഥ്യമാണോ? എന്താണ് അത് ശരിക്ക്? ചില കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യം ഏതാണെന്ന് അറിയുന്നത് പിശാചിനെ വിളിച്ച് ചോദ്യം പറയുമോ, അല്ലെങ്കിൽ ഗ്ലാസ്സിനടിയിൽ ഏതാണ്ടൊക്കെ വെച്ച്, അങ്ങനെയൊക്കെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത് എന്താണ്, ഏതെങ്കിലും ഒരു ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിശാചി തന്നെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ചില വിഭ്രാന്തിയാണോ? എന്താണ് ഈ ഓജോ ബോർഡ്? അച്ഛനെ പഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഓജോ ബോർഡിൻ്റെ ഉപയോഗം കേരളത്തിൽ കുട്ടികളുടെ ഇടയിൽ, സ്കൂൾ കുട്ടികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട് എന്നാണ് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. പലരും അതിനെപ്പറ്റി മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർത്തും അസാധാരണമായിട്ടുള്ള, വളരെ അപൂർവമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കാനില്ല, അതുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഓജോ ബോർഡ് എന്നുള്ളത് ഒരു ഇറക്കുമതി സാധനമാണ്, നമ്മുടെ നാട്ടിലുണ്ടായതല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇത് വന്നതാണ്. ഇത് ബോർഡ് തന്നെയാണെന്ന് തോന്നുന്നു. ബോർഡാണ്, കള്ളികളാണ്. അതിൽ അക്കങ്ങളും അക്ഷരങ്ങളുമാണ് ഉള്ളത്. കണ്ടിട്ടുണ്ടോ ബോർഡ്? ഉണ്ട്, അക്കങ്ങളും അക്ഷരങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു ത്രികോണാകൃതിയിലുള്ള ഒരു ഒരു കോയിൻ പോലെ അതിൽ നീക്കിയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ചോദ്യങ്ങൾ, യെസ് ഓർ നോ എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കുറേ പേരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയാവുന്ന കാര്യം, ചില വിഷയങ്ങൾ അവർക്ക് വെളിവായിട്ട് കിട്ടുന്നു എന്നാണ് ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നത്. വെളിവായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ മുഴുവനും ശരിയാണ്. ഇത് ഏതാണ്ട് ഗ്ലാസ്സിനടിയിൽ കോയിൻ വെക്കുകയാണെങ്കിൽ, അല്ലെ കൈ കോയിൻ്റെ മുകളിൽ വെക്കുകയാണ്, എങ്ങനെയാണ് അത് ചലിക്കുന്നത്? പലതരത്തിലുള്ളതുണ്ട്. ഈ ഓജോ ബോർഡ് ആണെങ്കിൽ വാസ്തവത്തിൽ ഈ ബോർഡിൻ്റെ മുകളിൽ കോയിൻ വെക്കുന്നു, ആ കോയിൻ വിരലങ്ങനെ വെക്കുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചലിക്കും, യെസ് ഓർ നോ അതിലേക്ക് നീങ്ങും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് യെസോ നോയോ ആണ് കിട്ടണമെങ്കിൽ ഇതുമേ വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ ചലിക്കുമെന്നാണ് പറയുന്നത്. അത് പകലൊന്നും പ്രവർത്തിക്കില്ല, പാതിരാത്രിയിൽ അങ്ങനെയാ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നിഗൂഢതയുടെ അംശമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് വിവരണങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് പറയാവുന്ന കാര്യം, എങ്ങനെ ഇതിനെ വിശദീകരിക്കാമെന്നുള്ളതാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിലെങ്കിലും അത് ശരി ഉത്തരങ്ങൾ തരുന്നു എന്ന് വേണം പറയാനായിട്ട്. അല്ല, യെസ് നോയോളപ്പോൾ 50% ഏതായാലും ശരിയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും രണ്ട് പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ 100 ചെയ്ത് കഴിഞ്ഞാൽ 50 ഏതായാലും മിക്കവാറുമൊക്കെ ശരിയായി വരാനുള്ള. 50 ആവണമെന്നില്ല, പകുതി ആവണമെന്നില്ല, ഏതാണ്ട് കുറേയൊക്കെ ഏതായാലും ഒരു ശരിയായി വരുമല്ലോ. ആകാം. അപ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങളാണ് പൊതുവേ ഉള്ളത്. ഒന്ന്, ഒരു സൈക്കിക്, മാനസിക ബലത്തോട് ബന്ധപ്പെട്ട പ്രതിഭാസമാണ് എന്ന മട്ടിൽ വിശദീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സാധ്യത അതുണ്ട്. രണ്ടാമത്തത് ഏതെങ്കിലും പൈശാചിക ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പിശാചിനെ വിളിക്കുകയോ അല്ലെ പിശാചിൻ്റെ സ്വാധീനത്തെ മനസ്സിൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ദീർഘമായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറും. അങ്ങനെ മാറിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പല രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ മദ്യത്തിന് അടിപ്പെടുന്നത് പോലെ ഇതിൻ്റെ ഉപയോഗത്തിന് അടിപ്പെടുന്ന വ്യക്തികളും കുട്ടികളും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി ചികിത്സയ്ക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു ദോഷമായിട്ട്. അതിന് ചികിത്സ കൊണ്ട് മാറും, അതിന് വിമോചന പ്രാർത്ഥനയൊക്കെ വേണ്ടി വരുമായിരിക്കുമല്ലോ. വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതിനു വേണ്ടി തന്നെ ചികിത്സ തേടിയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. അതൊരു അഡിക്ഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ഇത് തുടക്കത്തിൽ സംഗതി കൊള്ളാമെങ്കിലും പിന്നീട് ദോഷമായിട്ട് തീരുന്ന സാഹചര്യമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞിങ്ങനെ കോയിൻ്റെ മുകളിൽ കൈവയ്ക്കുന്ന കാര്യം, അപ്പോൾ അത് വേണേൽ സൈക്കിക്കായിട്ട് വരാം. വേറെ ഒരു സാഹചര്യം ഞാൻ കേട്ടത്, ഏതാണ്ട് ഒരു കോയിനെ വെച്ചിട്ട് അത് ഗ്ലാസ് കൊണ്ട് മൂടുന്നു. അപ്പം കൈയൊന്നും അവിടെ ഇല്ല. അല്ല, അവിടെയും ഗ്ലാസിൻ്റെ മുകളിൽ കൈവയ്ക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഗ്ലാസിൻ്റെ മുകളിൽ കൈ വെക്കാതെ ഇല്ല, അതായാലും തന്നെത്താൻ ചലിക്കുന്നില്ല. ഈ ഒന്നിലെ കോയിൻ്റെ മുകളിൽ അല്ല പാത്രത്തിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ എന്തോ ഒരു സൈക്കിക് അല്ലെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട, മനസ്സിനെ വേണേൽ പിശാചായിട്ട് എടുക്കുന്നെന്ന് വേണമെങ്കിൽ പൈശാചികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നവർക്ക് പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെയും പറയാം. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കത്തോലിക്ക സഭയിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടല്ലോ, വൈദികർ, പ്രത്യേകിച്ച് അധികാരമുള്ള വൈദികർ നടത്തുന്ന എക്സോർസിസം എന്ന് പറയുന്ന, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുമോ? എക്സോർസിസം അല്ലെങ്കിൽ ഭൂതോച്ചാടനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടത്തുന്നത് പിശാച് ബാധയ്ക്ക് എതിരായിട്ടാണ്. പിശാച് ബാധയെ ഒഴിപ്പിക്കാൻ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ വഴി, ഇങ്ങനെയുള്ള കാര്യങ്ങളും വഴി ഒരു വ്യക്തിയിൽ പൈശാചിക ശക്തി തന്നെയല്ലേ കടന്നു വരുന്നത്. പിശാച് ഒരു പേഴ്സണായിട്ട് കയറിയിട്ടില്ലെങ്കിലും പിശാചിന് അയാൾ ഒരുത്തി പറഞ്ഞ അടിമയാകുകയാണല്ലോ ചെയ്യുന്നത്.
പിശാച് ബാധ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും പൈശാചിക സ്വാധീനം എന്ന് പറയുന്നത് രണ്ടിനെ വേർതിരിക്കാനുണ്ട്. പൈശാചിക ബാധ എന്ന് പറയുന്നത് ഒരാളുടെ ബോധ മനസ്സിനെ, വില്ല് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിനെ പൈശാചിക ശക്തി ഏറ്റെടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന സ്വാധീനം ഉണ്ടാകും. എന്നാൽ പൈശാചിക സ്വാധീനം എന്നൊക്കെ പറയുന്നത് തിന്മയിലേക്കുള്ള ചാച്ചിലായിട്ടും വലിയ പ്രേരണയായിട്ടൊക്കെ നിൽക്കുന്ന ഘട്ടങ്ങളൊക്കെ ആയിരിക്കും. ഏതായാലും എക്സോർസിസം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പിശാച് ബാധയ്ക്ക് എതിരായിട്ടാണ്. ഈ പൊസഷൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഒരാളുടെ വില്ലിനെ പിശാച് പൊസസ് ചെയ്യുന്ന സാഹചര്യമാണ്, അതിനെതിരായിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഈ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സോർസിസം ഉപയോഗിക്കാം, എക്സോർസിസം നടത്തണം. ഈ വില്ലിനെ പിശാച് നിയന്ത്രിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ മനഃശാസ്ത്രത്തിൽ വേറൊരു രീതിയിൽ പറയാൻ ഡബിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അയാളുടെ വ്യക്തിത്വം ചിലപ്പോൾ പെട്ടെന്ന് വേറൊരു വ്യക്തിത്വമായിട്ട് മാറുന്നു. ചിലപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അയാൾ മാറുന്നു, അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തെ അയാൾ വേറൊരു രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ ഒരു മാനസിക രോഗം ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ അങ്ങനെ വേറൊരു വ്യക്തിയെ പോലെ സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ്, കണ്ട് പിശാച് കയറിയത് കൊണ്ടാണ് മരിച്ചുപോയ ആളെ പോലെ ഇയാൾ സംസാരിക്കുന്നത്, അല്ലാതെ പ്രേതബാധയുമായിട്ടാണ്, പിശാച് ബാധയുമായിട്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഈ ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ അത് പിശാച് ബാധയുമായിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയില്ലേ? അതുകൊണ്ട് തന്നെയാണ് സഭ പറയുന്നത് ഇത്തരം എക്സോർസിസം അല്ലെ ഭൂതോച്ചാടനം നടത്തുന്നതിന് മുമ്പ് വളരെ കൃത്യതയോടുകൂടി വേർതിരിച്ചറിയണം ഈ പ്രത്യേക വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്ന പിശാച് ബാധയാണ്, മാനസിക രോഗവും അതിൻ്റെ യാതൊരു വകഭേദങ്ങളും അല്ല എന്നുള്ള കാര്യം. ഈ കരുതൽ സഭയ്ക്ക് ഉള്ളതുകൊണ്ടാണ് എല്ലാ വൈദികരെയും ഭൂതോച്ചാടനത്തിന് സഭ അനുവദിക്കാത്തതും നിയോഗിക്കാത്തതും. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അനുവാദം കിട്ടിയവർക്ക് മാത്രമേ ഭൂതോച്ചാടനം നടത്താനുള്ള അനുവാദം സഭ കൊടുക്കാറുള്ളൂ. കാരണം വളരെ വിവേകത്തോടു കൂടിയും ജ്ഞാനത്തോടു കൂടിയും തീരുമാനിക്കേണ്ട സംഗതിയാണ്. ഈ പറഞ്ഞ വ്യക്തിയിൽ ഒരു മാനസിക രോഗത്തിൻ്റെ ഏതെങ്കിലും വകഭേദമാണോ ഇയാൾ കാണിക്കുന്നത്, അതോ ശരിക്കുള്ള ഒരു പിശാച് ബാധയാണോ എന്നുള്ള കാര്യം. പലപ്പോഴും ഇപ്പോൾ ചിലപ്പോഴേ ഇടവകയുടെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി ബാലിശമായി കൈകാര്യം ചെയ്യപ്പെടുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ബാലിശം എന്ന് പറയാവുന്ന സാഹചര്യം, അതായത് എല്ലായിടത്തും പിശാചാണെന്ന് പറഞ്ഞാൽ ബാലിശം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും പിശാചാണ്, നമുക്ക് ചുറ്റും പിശാചാണ്, നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പിശാചുക്കൾ എത്തി നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അത്ര അങ്ങോട്ട് വളരെ സർവ്വസാധാരണമാണ് പിശാചിൻ്റെ സാന്നിധ്യം എന്ന മട്ടിലൊക്കെ ആക്കുന്നത് ബാലിശമാണെന്ന് പറയാം. ഒന്ന്, പക്ഷേ അത് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം പിശാചിന് കിട്ടുന്നത് വലിയ കുഴപ്പം തന്നെയാണ്. അതാണ് സഭയുടെ പാരമ്പര്യത്തിൽ വളരെ കരുതലോടുകൂടിയുള്ള ഒരു നിലപാടാണുള്ളത്. ക്രിസ്തുമതത്തിൻ്റെ തന്നെ ഒരു കാഴ്ച, രണ്ട് ദൈവം, നന്മയുടെയും തിന്മയുടെയും ദൈവം എന്നുള്ള കാഴ്ചപ്പാട് ക്രിസ്തുമതത്തിലില്ലല്ലോ. ഇല്ല, ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിച്ച മാലാഖമാര് ദൈവത്തോട് ധിക്കരിച്ച് അധപ്പതിച്ചു പോയി. അങ്ങനെ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികളാണ് ഒരു പറഞ്ഞാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പിശാചുക്കളെന്ന് പറയുന്നത് തന്നെ രണ്ട് തുല്യ ശക്തികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ആശയമില്ല. പക്ഷേ മിക്കവാറും പല മനുഷ്യരുടെയും മനസ്സിലുള്ള ഒരു ആശയം പിശാചും ദൈവവും തമ്മിലുള്ള ഒരു ഫൈറ്റ്, രണ്ടുപേരും തുല്യ ശക്തികളാണ്. അങ്ങനെ ഒരു ആശയം പലപ്പോഴും പലരുടെയും മനസ്സിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സഭ പിശാചിനെ പറ്റി അധികം പറയാത്തതും എപ്പോഴും പറയാത്തതും. ദൈവത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, പിശാചിനെ പറ്റി അല്ല പറയേണ്ടത്. വാസ്തവത്തിൽ അതിന് പിശാചിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തോടൊപ്പം പ്രതിഷ്ഠിക്കുകയും നമ്മൾ എപ്പോഴും യുദ്ധം ചെയ്യേണ്ട ഒരു ശക്തിയായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്, പിശാചിലല്ല. എന്നാൽ പിശാചിൻ്റെ സാന്നിധ്യത്തെ ചില തിന്മകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് എഴുതേണ്ടത്, വായിക്കേണ്ടതൊക്കെ, പറയേണ്ടതായിട്ടൊക്കെ വരുമെന്ന് മാത്രം. അതിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം, അമിത പ്രാധാന്യം കൊടുക്കുക. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും പൊക്കോളും. അപ്പോൾ യേശുക്രിസ്തു ഉള്ളിടത്ത് പിശാചിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും അവിടെ കാര്യമായിട്ട് ഉണ്ടാകുകയില്ല. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടാകും. അങ്ങനെ ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുക്കുകയായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാലം സാധാരണഗതിയിൽ ഒരു സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനാ ജീവിതവും കൂദാശ ജീവിതവും ഉള്ളിടത്ത് പിശാചിനെ പറ്റി പേടിക്കാനേ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ മറിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധന്മാരുടെയൊക്കെ ജീവചരിത്രത്തിലൊക്കെ വായിക്കുന്ന പോലെ അതിവിശുദ്ധന്മാരായ ആൾക്കാർ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരെ ചുരുക്കമായി. ജോബിൻ്റെ കാര്യത്തിൽ പിശാച് പോയി ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത്രയും നന്നായിട്ട് ജോബ് ജീവിക്കാനുള്ള കാരണം അവന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് നീ സൗകര്യം മാറ്റിക്കൊള്ളാനായിട്ട് ഇപ്പോൾ ദൈവം പറയും, സൗകര്യങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് മക്കളെ കൊടുത്തു, മക്കളുടെ കാര്യം. അപ്പോൾ പറഞ്ഞ് അവന് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉള്ളത് കൊണ്ടാണ് അവൻ നിനക്ക് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുഷ്ഠരോഗം കൊടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ചുരുക്കം ചില സാഹചര്യങ്ങൾ ജോബിനെ പോലെയുള്ള വളരെ വിശുദ്ധരായ ആളുകൾക്ക് അവർ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ലോകത്തിന് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ കാണാം. ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അവരെ നിർത്തിക്കൊണ്ട് ദൈവം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വലിയൊരു സന്ദേശം കൊടുക്കുകയാണ്. പിശാചിനൊന്നും ഇവരെയൊന്നും തൊടാൻ പറ്റത്തില്ല, തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവൻ എൻ്റെ കൂടെയുള്ളവനാണ്, ഇവൾ എൻ്റെ കൂടെയുള്ളവളാണ് എന്ന് ലോകത്തോട് പറയാൻ വേണ്ടി ആ വ്യക്തികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയാം. ആയിരങ്ങളെന്നും പതിനായിരങ്ങളെന്നുള്ളൊരു തിരഞ്ഞെടുപ്പായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. സാമാന്യ ജീവിതത്തിൽ അച്ഛൻ്റെ അനുഭവത്തിൽ നമ്മൾ പ്രമാണങ്ങളൊക്കെ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവസ്നേഹത്തിലും അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഒരു സാമാന്യ രീതിയിലുള്ള പ്രാർത്ഥനാ ജീവിതവും കൂദാശ ജീവിതവും ഉണ്ടെങ്കിൽ പിശാചിനെപ്പറ്റി പേടിക്കാനില്ല എന്നുള്ള വിചാരമുള്ളത്. നമ്മൾ ഓജോ ബോർഡിനെ കുറിച്ചാണല്ലോ പറഞ്ഞ് വന്നത്. അതിനകത്ത് എന്തോ ഒരു നിഗൂഢമായ എന്തോ ഒരു പ്രവർത്തനമുണ്ട്. അത് ഏതായാലും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന കാര്യമല്ല. അല്ല, തീർച്ചയായിട്ടും. അതുവഴി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭയാനകമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ അത് പല രീതിയിൽ അപക്വമാക്കി മാറ്റുന്നു, അഴുക്ക് നിറയ്ക്കുന്നു അതൊക്കെയാണ് അച്ഛൻ്റെ പഠനത്തിൽ നിന്ന് അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു കാരണവശാലും ഒരു അറിവിന് വേണ്ടി അറിവിൻ്റെ ഒരു മേഖലയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റത്തില്ല. എനിക്ക് നന്മതിന്മയെക്കുറിച്ചുള്ള അറിവ് തരുന്ന അല്ലെങ്കിൽ ചില ഓപ്ഷന് തെരഞ്ഞെടുപ്പിന് സാധ്യത തരുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡായിട്ടൊന്നും അതിനെ കണക്കാക്കാൻ പറ്റില്ല. ഇല്ല, അത് വളരെ കൃത്യമായ ഒരു സയൻറ്റിഫിക് മെത്തേഡായിരുന്നെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അത് മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു. ഇവിടുത്തെ കുറ്റാന്വേഷണ ഏജൻസികളെല്ലാം ഓജോ ബോർഡ് കൈപ്പിടിച്ചാൽ മതിയായിരുന്നില്ല. ആരും ചെയ്യുന്നില്ലല്ലോ, ആരും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയായിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെല്ലാം എളുപ്പമുണ്ട്. പിടികിട്ടാത്ത എത്രയോ പുള്ളികളുണ്ട്, കേസുകളുണ്ട്. CBIയുടെ കയ്യിൽ ഇതുപോലെ ഒരെണ്ണം മേടിച്ച് കൊടുത്താൽ പോലായിരുന്നു. ഇത് നടക്കുന്നില്ല, നമുക്കറിയാം. അതുകൊണ്ട് സയൻറ്റിഫിക്കായ സംഗതിയൊന്നുമല്ല. ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഒരു കറുത്ത പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞായുധം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ കാണാനും തള്ളിക്കളയേണ്ട കാര്യമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു അധ്യായമാണ് ജ്ഞാനവിദ്യകൾ. എന്താ ഈ അധ്യായത്തിലൂടെ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? സാധാരണമല്ലാത്ത രീതികളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ്, ജ്ഞാനം കിട്ടുന്ന ചില 3-4 ഉദാഹരണങ്ങൾ പറയാമോ ജ്ഞാനവിദ്യകൾക്ക്? പറയാൻ ഉദ്ദേശിച്ച ആ പേരിന് വലിയ പ്രാധാന്യമില്ല കേട്ടോ. ആ പേര് ഞാനങ്ങ് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദർശനങ്ങൾ ഒരു ഉദാഹരണമാണ്. നമ്മൾ ദർശനങ്ങളെ പറ്റിയൊക്കെ പറയുമല്ലോ. ദർശനങ്ങൾ ഈ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ദർശനങ്ങൾ ഉണ്ടാകും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ ദർശനമുണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത് വേറെ എന്തോ ദർശനമല്ലേ? ദർശനങ്ങളെ പൊതുവായിട്ട് നമുക്ക് നല്ല ദർശനങ്ങളും അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള ദർശനങ്ങളുണ്ട്. അല്ലാതുള്ള ദർശനങ്ങളെ പറ്റിയൊക്കെ പറയാം. പത്രോസ്ലീഹായ്ക്ക് ചില ദർശനം ഉണ്ടാകുന്നുണ്ട്. നീ കൊർണേലിയൂസിൻ്റെ വീട്ടിൽ പോകാനുള്ളൊരു മുന്നറിയിപ്പ് പോലെ പോകണം, കുഴപ്പമില്ല എന്നുള്ളൊരു ദർശനത്തിലൂടെയാണല്ലോ സന്ദേശം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദർശനത്തിലൂടെ ദൈവം പലരോടും പല കാര്യങ്ങൾ പൗലോസിനോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ദർശനത്തിലൂടെ നീ ഇന്ന പട്ടണത്തിലേക്ക് പോകരുത്, ഇന്ന പട്ടണത്തിൽ പോകുക, ദൂതന്മാരുടെ സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ യൗസേപ്പ് പിതാവിനോട് ഒരു ദർശനത്തിലൂടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട ദർശനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ദർശനത്തിൻ്റെ ഒരു തലമുണ്ട്. അതോടൊപ്പം തന്നെ ദർശനത്തിൻ്റെ വേറെ എന്തോ ഒരു നിഗൂഢമായ എന്തോ ഒരു തലമുണ്ടെന്നുള്ള അച്ഛൻ പറഞ്ഞു വരുന്നത്. അതെന്താണ്? തീർച്ചയായിട്ടും. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഈ ദൈവം വെളിപ്പെടുത്താൻ ദർശനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി ബൈബിളിൽ നമുക്ക് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ. മനുഷ്യാവതാരം തന്നെ ഒരു ദർശനത്തിലൂടെയാണല്ലോ മാലാഖ മറിയത്തോട് അറിയിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആ ദർശനങ്ങളുടെ സ്വീകാര്യമായിട്ടൊരു തലം ബൈബിളിലുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് വേറെ തരത്തിലുള്ള ദർശനങ്ങളാണ്. വ്യക്തികൾക്ക് സ്വകാര്യമായിട്ട് കിട്ടുന്ന ദർശനങ്ങൾ, സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുള്ള ദർശനങ്ങൾ. ലോകാവസാനം ഇന്ന ദിവസം സംഭവിക്കും, അങ്ങനെയുള്ളതാണോ? അതിനെ ദർശനം എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ദർശനത്തിൻ്റെ പേരിൽ പറയപ്പെടുന്ന സംഗതികളാണ് അത്തരം കാര്യങ്ങളൊക്കെ. ദർശനത്തിൻ്റെ പേരിൽ ആൾക്കാരത് പറയാറുണ്ട് എന്നുള്ള വാസ്തവമാണ്. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ, ധ്യാനങ്ങളോട് ബന്ധപ്പെട്ട്, ധ്യാന കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ട് ദർശനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ദർശനം എന്നുള്ളത് ഒരു വരമായിട്ടോ കൃപയായിട്ടോ വ്യക്തികൾക്ക് കിട്ടാമെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ആർക്കും ദർശനം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പാടില്ല. ബൈബിൾ പറയുന്ന വരങ്ങളിൽ ഒന്നാണല്ലോ അറിവിന്റെ ജ്ഞാനവചനം. അതിന് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദർശന വരമെന്ന് കൃത്യം അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും അറിവിന്റെ വചനത്തിന്റെ ജ്ഞാനവചനത്തിന്റെ ഒരു ഭാഗമാണ് വരുന്നതാണ്. അതുകൊണ്ട് ഉണ്ടാകാം. ഇനി അത് ഈ കാര്യത്തിൽ സഭ വളരെ കരുതലോടുകൂടി ഒരു നിലപാടാണ് സഭ എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് ദർശനപരമാണോ ഉണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദർശനങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ സഭയുടെ പാരമ്പര്യത്തിലുള്ളത് രോഗികളുടെയും മറ്റും ദർശനം കിട്ടുന്ന ആളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് വരെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആരോഗ്യം കുറഞ്ഞ ഒരാളുടെ ദർശനത്തെ നമ്മൾ കുറച്ച് കൂടുതൽ സംശയിക്കണമെന്നാണ് സഭ പറയുന്നത്. ആരോഗ്യം കുറഞ്ഞവൻ്റെ ദർശനം എന്ന് പറയുന്നത് രോഗാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു വിഭ്രമമോ കാഴ്ചയുടെ ഭ്രമമോ എന്ത് വേണമെങ്കിലും ആകാം. ബൈബിൾ പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ഒരാൾക്കൊരു ദർശനം കിട്ടിയ ഒരു പ്രവാചകൻ തന്നെയാകാം,
പക്ഷേ അത് ശരിയാണോ ഇല്ലെന്നറിയാനുള്ള ഏക മാർഗം അയാൾ പറഞ്ഞതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അയാളുടെ തന്നെ എന്തോ ഒരു മാനുഷിക ഭാവത്തിൽ നിന്നൊക്കെ ഉണ്ടായതായിട്ട് വേണം കണക്കാക്കാനെന്ന് ബൈബിൾ കൃത്യമായിട്ട് ദർശനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല വിശുദ്ധരുടെ പോലും ദർശനങ്ങൾ തെറ്റിപ്പോകുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ദർശനങ്ങളെ അമിത പ്രാധാന്യം കൊടുത്ത് കാണേണ്ടതില്ല. എങ്കിലും ദർശനങ്ങളുടെ സാധ്യത നമുക്ക് നിഷേധിക്കാൻ പാടില്ല. അതുള്ള ഈ ചില സ്ഥലത്തൊക്കെ ദർശനങ്ങളല്ല, അപ്പാരിഷൻ, ഇങ്ങനെ വിശുദ്ധന്മാർ പ്രത്യക്ഷപ്പെടുന്നു, പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നു, അത് ദർശനത്തെ അതിശയിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഈ അപ്പാരിഷൻ എന്ന് പറയുന്നത് ലൂർദിൽ സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അത് ഗൂഢവിദ്യപ്പെട്ടതല്ല എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ളത് തീർച്ചയായും അത്ഭുതകരമായൊരു പ്രതിഭാസമാണല്ലോ അത്. പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന, ആ വെള്ളം അവിടെ ഇങ്ങനെ കുടിക്കാൻ പറഞ്ഞപ്പോൾ വെള്ളം വരുന്നു, ആ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആ വെള്ളത്തിൽ പോയി വിശ്വാസപൂർവ്വം തൊടുന്ന ആൾക്ക് ഇപ്പോഴും സൗഖ്യം കിട്ടുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴും നമുക്ക് ധാരാളം ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും ലൂർദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഒരു വിശ്വാസി വിശ്വസിക്കാൻ ബാധ്യസ്ഥനല്ല. അത് വിശ്വസിച്ചു കൊള്ളണം എന്നൊന്നുമില്ല. ലൂർദിലെ ഏതാണ്ട് ഒരു സഭ ഏതാണ്ട് അപ്പാരിഷൻ്റെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ചിലതൊക്കെ പ്രത്യേകമായിട്ട് ഇത് ശരിക്കും അത്ഭുതങ്ങളാണെന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ട പോലെയൊക്കെ സർട്ടിഫൈ ചെയ്തിരുന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൂർദിലെ മാത്രമല്ല, അത്ഭുതങ്ങൾ നടക്കുന്ന ഒരുപാട് ഘട്ടങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള പ്രക്രിയയിൽ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അത് നമ്മൾ അത്ഭുതമായിട്ട് തന്നെ കാണണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പരീഷൻ എന്ന് പറയുന്ന ദർശനങ്ങളെക്കുറിച്ചാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയൊന്നുമില്ല, വിശ്വസിച്ചു കൊള്ളണം എന്നില്ല. ആ കാര്യത്തിൽ ഇതുവരെ സഭ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ലൂർദിൽ നടന്ന അപ്പാരിഷൻ ശരിക്കും അങ്ങനെ അത് വിശ്വസിക്കണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? പറഞ്ഞിട്ടുമില്ല, പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പറയേണ്ട കാര്യവുമില്ല. അത് കാരണം അത് വിശ്വാസ സത്യത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് ഒരുപക്ഷെ കുറേ പേരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ഒരു സംഗതിയായിരിക്കും. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമായിട്ട് സഭ ഒരിക്കലും അത് ആവശ്യപ്പെടുന്ന സംഗതിയല്ല. പിന്നെ സഭ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നുള്ളൊരു അത്രയുള്ളൂ. അതുവഴി വരുന്ന നല്ല ഗുണങ്ങൾ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഒക്കെ ഗുണങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് തിരിച്ചറിഞ്ഞുകൊള്ളുക എന്ന് മാത്രമേ ഓരോ വ്യക്തിക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണത്. അത്രയേ ഉള്ളൂ.